എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. 2-3 ദിവസത്തെ സുഖജീവിതവും കഴിഞ്ഞ് നമ്മൾ വീണ്ടും റോട്ടിലേക്ക് ഇറങ്ങുകയാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ ജോണങ്കിളും ലിനിയാൻറ്റി, സിനിയാൻറ്റി, പിന്നെ ബാക്കി എല്ലാവരും ഉണ്ട് കേട്ടോ അവിടെ. അപ്പൊ ആരെ കാശ്മീർ പോണപ്പോ ഇവരെല്ലാരും കൂടി കാശ്മീർ പോവാ. ഞാനും അങ്കിളും കൂടിയിട്ട് നിങ്ങളെല്ലാരും കാശ്മീർ പോക്കോ, ഞാൻ അങ്കിളും കൂടി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിയോളാം. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. അപ്പൊ ലിനിയാന്റെ സ്പെഷ്യൽ താങ്ക് യു പറഞ്ഞു കഴിഞ്ഞാൽ ഫോർമാലിറ്റി ആവും, അതാവും. അതുകൊണ്ട് താങ്ക് യു പറയുന്നില്ലേ ഞാൻ അങ്കിളെ. അടിപൊളി. അപ്പൊ ഞങ്ങള് ഇവിടുന്ന് യാത്ര തിരിക്കുകയാണ് ഗൈസ്. വീരാർ. അതെ. അപ്പോൾ ഞാൻ എന്നാൽ പയ്യെ പോട്ടെ. അപ്പോൾ സൈക്കിൾ എടുത്തിട്ട് നമ്മൾ ഇനി നേരെ ഹൈവേ കയറി അങ്ങോട്ടാണ്. ഇന്നലെ പോയ സെയിം റൂട്ട് തന്നെയായിട്ടാണ് നമ്മൾ പോണത്. ഇന്നലത്തെ വ്ളോഗ് കണ്ടു കഴിഞ്ഞാൽ അറിയാം സെയിം റൂട്ടാണ് പോണേ. അപ്പോൾ ഞങ്ങൾ പോട്ടെ. അപ്പോൾ ഒന്നുകൂടിയും താങ്ക് യു പോട്ടെ എന്നാ. അപ്പോൾ ശരി, ബൈ. കാശ്മീർ എത്തിയിട്ട് കാണാം. ശരി. താങ്ക് യു ലിന. ഞാൻ ഇറങ്ങിയിട്ട് അപ്ഡേറ്റ് ചെയ്യാം. ഗൈസ്, അങ്ങനെ അടിപൊളി 3 ദിവസങ്ങൾ തന്ന ആൻറ്റിയുടെയും അങ്കിളുടെ അവിടെ നിന്ന് നമ്മൾ പയ്യെ യാത്ര തുടങ്ങി. അങ്കിളും ആ റൗണ്ട് അബൌട്ടിൽ വഴി പറഞ്ഞാൽ അങ്കിളും വരുന്നുണ്ട്. അങ്കിളും സൈക്കിള് ചവിട്ടലുണ്ടല്ലോ. അപ്പോൾ അടിപൊളി. ഇത് ഐവിൻ്റെ സൈക്കിളാണെന്നോളൂ അല്ലേ? ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അടിപൊളി, എല്ലാം ഓക്കെയാണ് ഗൈസ്. ഇത്രയും നാളെ സിറ്റി കാണാണ്ട് വിഷമമായിരുന്നു. ഫുള്ള് ഗ്രാമപ്രദേശങ്ങൾ കണ്ടിട്ടേ. ഇപ്പോൾ ഗ്രാമപ്രദേശങ്ങൾ കണ്ടാൽ മതി എനിക്ക്. സിറ്റിയിൽ നിന്ന് പോയി കിട്ടിയാൽ മതി കേട്ടോ. ട്രാഫിക്ക് എൻ്റെ മോനെ നല്ല ട്രാഫിക് കേട്ടോ. ഈ ഓട്ടോറിക്ഷ പെറ്റ് പെരുകുണ്ടാവോ? നമ്മൾ ഈ മീൻകുട്ടികൾ പെറ്റ് പെരുകണോ അതുപോലെ ഓട്ടോറിക്ഷ. അതിനനുസരിച്ച് ജനങ്ങളും ഉണ്ട് കേട്ടോ അവിടെ, വിചാരിക്കണ പോലെയല്ല. പക്ഷെ എൻ്റെ പൊന്നെ ചെറിയൊരു ക്ലൈമ്പോ ഞാൻ പയ്യെ ചവിട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ. നോക്കിയാൽ നിങ്ങൾ ഓട്ടോറിക്ഷ മാത്രം, ഒരു നിവർത്തിയില്ല കേട്ടോ. എൻ്റെ പൊന്നെ ഒരു നിവർത്തിയില്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നിവർത്തിയില്ല. എളുപ്പമല്ല. ഇന്നലെ കാറിൽ AC ഇട്ട് പോകുമ്പോൾ വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല കേട്ടോ. കാറിൽ AC ഇട്ട് പോകുമ്പോഴേ ഇത് എൻ്റെ ദൈവമേ. ഈ ലൈൻ ഫുള്ള് ഓട്ടോറിക്ഷ സ്റ്റാൻഡ് പോലെ ഓട്ടോറിക്ഷ കിടക്കുക കേട്ടോ. അത് ഓട്ടോറിക്ഷ സ്റ്റാൻഡും അല്ല. ഞാനേ ഇറങ്ങി നടക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അല്ലാണ്ട് ഈ സൈഡിൽ കൂടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പഞ്ചർ കിട്ടാനും ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ പോക്ക് നടക്കില്ല കേട്ടോ. ഇവിടെ ഫുള്ള് ആൾക്കാരുകൾ പണിക്ക് പോകാൻ വേണ്ടി നിൽക്കണം കേട്ടോ. ഫുള്ള് ആൾക്കാരുകൾ നമ്മുടെ തൃശ്ശൂർ റൗണ്ടിലൊക്കെ നിൽക്കില്ലേ ആൾക്കാർ, അതേ സെയിം സിസ്റ്റം തന്നെ കേട്ടോ എന്നാണ് എനിക്ക് കണ്ടപ്പോൾ മനസ്സിലായത്. എൻ്റെ പൊന്നെ, ഇപ്പോഴാണ് സുഹൃത്തുക്കളെ ഒരു സമാധാനമായത്. ഓട്ടോറിക്ഷ ചെവിടിൻ്റെ ഉള്ളിൽ കൂടെ കയറി പോകണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ദൈവമേ, അടിപൊളി. ഇപ്പോൾ നമ്മൾ ഒരു ഘാട്ട് റോഡ് വന്നു കയറിക്കൊണ്ടിരിക്കുകയാണ്. ഫുള്ള് മലയാണ് കേട്ടോ. ക്ലൈമ്പൊന്നുമില്ല, വെറുതെ കാലൊന്ന് അനക്കി കൊടുത്താൽ മതി. അങ്ങനെ സ്ട്രെയിൻ ചെയ്യുന്നു വേണ്ട, കാല് വെറുതെ ഒന്ന് അനക്കി കൊടുത്താൽ മതി. പയ്യെ കയറി പോകുന്നുണ്ട് കേട്ടോ. പക്ഷേ പൊടി, ഭയങ്കര പൊടി കേട്ടോ. ഭയങ്കര പൊടി എന്ന് വെച്ച് കഴിഞ്ഞാൽ മണിക്കൂറിൽ ഇത് കഴുകണം. നമ്മൾ സ്കാർഫ് മുഖത്തിട്ട് നോക്കണത് ബന്ധാന. ആ സൈഡിലൊക്കെ മരങ്ങളിലൊക്കെ കണ്ടാൽ നോക്കുമ്പോൾ അറിയാം കേട്ടോ.
ഇവിടുത്തെ ഹോട്ടലുകൾ കണ്ടോ, ഈ ഹൈവേലത്തെയൊക്കെ ഹോട്ടൽ താജ് എന്നല്ല വായിക്കുക. അതിൻ്റെ ഇതുകൾ നോക്കിയേ, പാർക്കിംഗ് ഒക്കെ നോക്കിയേ. എനിക്ക് തോന്നുന്നത് പഞ്ചാബി ധാബ, പഞ്ചാബി ഫുഡ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഹെവി സ്ഥലം. എൻ്റെ ക്യാമറ ഫുള്ള് പൊടിയായി കേട്ടോ, പുറത്തുള്ള കാരണേ. അതിൻ്റെ ആ ചെസ്റ്റിൽ വെക്കുന്ന സാധനവും പാഡും എല്ലാം പൊടിയുടെ അയിര് കളിയാണ്. ഞാനിവിടെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. സമയം 12 മണിയായി. 48 കിലോമീറ്റർ അടുപ്പിച്ച് 40 കിലോമീറ്റർ മേലെയുണ്ട്. ഇപ്പോൾ വേറൊരു സ്ഥലത്ത് എത്തി നോക്കിയപ്പോൾ 40 കാട്ടിയേട്ടാ. കവർ ചെയ്ത് നമ്മളിപ്പോൾ ഇവിടെ നിൽക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ചൂട് ഗുജറാത്തിൽ 31 ചൂട് വരണത്. അപ്പോൾ വല്ലാണ്ട് ചെയ്യേണ്ടെന്ന് വിചാരിച്ചു. ജോയൽ ജോഷി ഗൈസ്, ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ ഇവിടെ ഫുള്ള് ആൾക്കൂട്ടായിട്ടാ. തൃശ്ശൂർ എവിടെയാ? കൊടകര ഭാഗത്തല്ലേ. എൻ്റെ അമ്മ വീട് കൊടകരയാ. എൻ്റെ കസിൻസ് ഇവിടെ വീരാർ വസായി എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ട്. അതെ, അപ്പോൾ അവിടെ ഞങ്ങൾ കസിൻ എവിടെയാണെന്നറിയില്ല. ജോണങ്കിള് അങ്ങോട്ട് പോയിട്ടാ വന്നത്. ഞാൻ 3 ദിവസം അവിടെ ആയിരുന്നു. അപ്പോൾ മലയാളി സുഹൃത്തുക്കൾ ഹായ് പോലും യൂട്യൂബ് മേ. ഞാനിപ്പോൾ ഇവിടെ റെസ്റ്റ് എടുക്കാന്ന് വിചാരിച്ചേട്ടാ. അപ്പോൾ നിറച്ച ആൾക്കാരുകൾ തൃശ്ശൂർക്കാരനാണ്. അപ്പോൾ വീണ്ടും അടിപൊളി. പേര് കേട്ടോ? സുജിത്ത് ബ്രോ. ഹായ്. ഓക്കെ, हाय बोलो हाय। तुम्हारा आपका नाम क्या है? मेरा नाम पवन सिंह है। पवन सिंह यहाँ पर नायरा पंप पे मैनेजर में मैं हूँ। ഓക്കെ. ബോളിലേക്ക് 3 മണിയായിട്ടാ. സമയം 3 മണിയായി. ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് ഘാട്ട് റോഡാണ്. അപ്പോൾ എനിക്ക് എന്തോ പോകണ്ടെന്ന് തോന്നി. നല്ല പമ്പ് കണ്ടപ്പോൾ ഇവിടെ സ്റ്റേ ചെയ്യാമെന്ന് വിചാരിച്ചു. 3 മണിക്ക് നിർത്തി, യാത്ര നിർത്തി. സോ താങ്ക് യു. इधर टेंट करने के താങ്ക് യു സർ. അപ്പോൾ ഇവിടെ ടെൻ്റ് അടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ആളാണ്, സാറാണ് ഹെൽപ്പ് ചെയ്തത്, സഹായിച്ചത്. താങ്ക് യു സർ. ഗൈസ്, വേറെ ഒന്നുകൊണ്ടല്ല കേട്ടോ 3 മണിക്ക് നിർത്തിയത്. ഈ ഭാഗങ്ങളിൽ പമ്പിൽ ഇൻ്റർലോക്ക് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ ഇൻ്റർലോക്ക് ചെയ്യാത്ത പമ്പിൽ നമുക്ക് ടെൻ്റ് അടിക്കാൻ പറ്റില്ല കേട്ടോ. ടെൻ്റ് അടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പൊടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പൊടിയാണ്. പിന്നെ റൂം എടുക്കേണ്ടി വരും. അങ്ങനെ ചിലവുകൾ കൂടി വരും ഗൈസ്. അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ ഇവിടുന്ന് നെക്സ്റ്റ് പമ്പ് ഇവിടുന്ന് കുറേ ദൂരം കാട്ടിയിട്ടാ. ഈ മലകളും കണ്ടപ്പോൾ എനിക്ക് ചെറുതായിട്ട് പേടിയായി. കാരണം ഇത് അപ്പോൾ പറഞ്ഞു പ്രത്യേകിച്ചൊന്നുമില്ല, സൈഡിൽ ആ ഒരു മല മാത്രമേ ഉള്ളൂ. അതിൻ്റെ അപ്പുറത്ത് വേറെ ഇതൊന്നുമില്ല. ടോൾ പ്ലാസ എത്തിയെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ എന്നോട് ഈ ഭാഗങ്ങൾ ഇവിടെ ടെൻ്റ് അടിച്ചാൽ പറഞ്ഞു കേട്ടോ. ഇവിടെ ടെൻ്റ് അടിക്കാൻ പറഞ്ഞ കാരണം ഇവിടെ ലോറികളും കാര്യങ്ങളൊന്നും വരില്ല. അപ്പോൾ ഈ സൈഡിൽ എവിടെയെങ്കിലും ടെൻ്റ് അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിരിക്കും എന്ന് പറഞ്ഞു കേട്ടോ. അവിടെ ലോറി വരാൻ, രാത്രി ലോറികൾ പാർക്ക് ചെയ്യാൻ ഇത് വരും. അപ്പോൾ അങ്ങോട്ട് ടോൾ പ്ലാസയാണ്. ഇതിൻ്റെ അപ്പുറത്ത് ഒരു ഹോട്ടലും ഉണ്ട് കേട്ടോ. ഹോട്ടലുണ്ട്. ആളുള്ള സ്ഥലം കേട്ടോ, ഫുള്ള് ആൾക്കാരുള്ള സ്ഥലമാണ്. ആളും ഇതിൻ്റെ ഉള്ളിലാണ്. ഇനിയിപ്പോൾ എന്നോട് ടെൻ്റ് അടിക്കാൻ പറഞ്ഞ് ഇതിൻ്റെ ഉള്ളിലാണ്, എനിക്കറിയില്ല കേട്ടോ. ടെൻ്റ് അടിക്കാൻ പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഹോട്ടലും കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. നയാരയുടെ പുതിയ പമ്പാണ് കേട്ടോ. അപ്പോൾ ഇൻ്റർലോക്ക് ചെയ്തപ്പോൾ പമ്പ് കണ്ടപ്പോൾ ഞാൻ ഒന്നും നോക്കിയില്ല കേട്ടോ. ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് വേഗം കയറി. ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്. കാലത്ത് തന്നെ കുളിച്ചില്ല. ഇന്ന് നമ്മളിത് ഇന്നലെ രാത്രി ടെൻ്റ് അടിച്ചത് ഇവിടെയായിരുന്നു കേട്ടോ. ആ ഒരു ഷെഡിൻ്റെ അവിടെയായിരുന്നു ടെൻ്റ് അടിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് അടച്ചു എന്ന് വിചാരിക്കുന്നു. നല്ല കോടയുണ്ട് കേട്ടോ. ആ ഭാഗങ്ങളിലൊക്കെ കണ്ടോ, നല്ല കോടയുണ്ട്. സൈക്കിള് ആ ബിൽഡിങ്ങിൻ്റെ ബാക്കിലാണ് കൊണ്ടുവച്ചിരിക്കുന്നത് കേട്ടോ. നിങ്ങളും ഇങ്ങനെ യാത്ര ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഇങ്ങനെ എടുത്തു കൊണ്ടുപോകാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ ആകുമ്പോൾ ഏറ്റവും ബാക്കിൽ വയ്ക്കണമെന്ന് നല്ലത് കേട്ടോ. ഇന്നലെ പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായില്ല. ആ ഒരു മലയിൽ കാട്ടുതീ പടർന്നു. ആ ഒരു മലയിൽ ചെറിയൊരു കാട്ടുതീ. സോ സൈക്കിൾ എടുക്കട്ടെ. ഇവിടെ വല്ലയിടത്തും ടെൻ്റ് അടിക്കാൻ പറ്റുന്ന സമ്മതിക്കുമെന്ന് വിചാരിച്ചേട്ടാ. പക്ഷെ അവർ ആ അറ്റത്തൊരു ഷെഡിൻ്റെ ബാക്കിൽ അടിച്ചോന്നാണ് പറഞ്ഞേട്ടാ. എന്ന് വെച്ചാൽ പെട്രോൾ പമ്പിൽ തന്നെ ഷെഡിൻ്റെ ബാക്കിലിട്ട് ആൾ കുളി കഴിഞ്ഞ് ആയിട്ടുള്ളതുകൊണ്ട് തണുക്കണം. അവിടെ സൈക്കിൾ ഓടിയിരിക്കുന്നുണ്ട്. ഇതെടുത്തിട്ട് പോകണം കേട്ടോ. ഇന്ന് കുറച്ച് കിലോമീറ്ററുകൾ കവർ ചെയ്യണം. ഇന്നലെ 60 കിലോമീറ്റർ മാത്രമേ കവറായിട്ടുള്ളൂ കേട്ടോ. മാറ്റ്, അത് വന്ന് സ്ലീപ്പിംഗ് ബാഗ്, കമ്പിളി ഇതാ. അത് ബാഹർ
അവർക്ക് तो इसमें ही सोए थे क्या? हाँ इसमें ही सोए थे। हाँ अच्छा अच्छा है। ठंड नहीं लगा? वो स्लीपिंग बैग है वो थिक वो बड़ा थिक हाँ हाँ। अच्छा कंफर्ट है सोचने के लिए। नहीं तो बाहर इतनी ठंडी लगती है ना। हाँ रात को मैं जगाना था उसको, बोलने जगाया नहीं, सोने दो। അവരിങ്ങനെ കുറേ എത്തിച്ച് നോക്കുന്നുണ്ടായിരുന്നു ഇതിനുള്ള. അപ്പോൾ ഞാൻ അവരെ വിളിച്ചിട്ട് ഇങ്ങോട്ട് പോയാൽ ഞാൻ കാട്ടി തരാമെന്ന് പറഞ്ഞിട്ട് കാട്ടി കൊടുത്തു. ലൈക്ക് ഒരു ആകാംക്ഷ ഉണ്ടാവില്ലേ? ആ सब मुड़ता होगा एक कट्टा। हाँ वो इस बैग में छोटा पूरा बैठा है। हाँ पूरा. അവർക്ക് ഇതൊക്കെ ഒരു ഇതായിരിക്കില്ലേ, കൗതുകമായിരിക്കില്ലേ. ഇപ്പോൾ 1 മാസം കഴിഞ്ഞു. താങ്ക് യു. അവരിത് ചായയൊക്കെ വാങ്ങി തന്നു കേട്ടോ. ഹായ് പോലും, ഹായ് വ്ളോഗ്, ഹായ്. ചായ കുടിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് അടിപൊളി. ഇന്നലെ വ്ളോഗ് കണ്ടു കഴിഞ്ഞാൽ അറിയാം, നമ്മൾ 3 മണിക്കാണ് നിർത്തിയത്. 60 കിലോമീറ്റർ റൈഡ് ചെയ്തിട്ട് അത് ഈ മലയൊക്കെ കണ്ടിട്ട് പേടിച്ചിട്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ വലിയ ക്ലൈമ്പാണ് വരണേ എന്നുള്ളതൊക്കെ. പക്ഷേ എൻ്റെ പൊന്നെ ആ മലയുടെ നടുവിൽ കൂടെ ആയിരുന്നു ഇത് വരുന്നത്. സോ നത്തിങ് ടു വറി. പക്ഷേ പൊടിയാണ് കേട്ടോ സഹിക്കാൻ പറ്റാത്ത. അതുകൊണ്ടൊക്കെ ഇന്നലെ അവിടെ നിർത്തിയത്. ഇനി കുക്കിങ്ങൊക്കെ പയ്യെ റീസ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. ആകെ 3 വട്ടം കുക്ക് എടുത്തിട്ടുള്ളൂ. ഞാൻ അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം കുക്ക് ചെയ്യാമെന്ന് വിചാരിക്കട്ടെ കേട്ടോ. അപ്പോൾ ഇതുവരെ അങ്ങനെ ഒരു ഇത് വന്നിട്ടില്ല. സോ പയ്യെ പോവാം. അല്ലെങ്കിൽ കിലോമീറ്റർ ഭയങ്കരമായിട്ട് കുറയുന്നുണ്ട്. 60 കിലോമീറ്ററൊക്കെ എൻ്റെ ഇതിലുണ്ടായിട്ടില്ല. കണ്ടെയ്നർ പഞ്ചറായതാണോ അതോ സൈഡ് ഇരുന്ന് പോയതാണോ അതിനെക്കുറിച്ച് ആധികാരികമായി എനിക്കറിയില്ല. സംഭവിച്ചതാണ് കേട്ടോ. ആക്സിലൊടിയേ എന്തോ സംഭവിച്ചതാണ്. അടുപ്പിച്ചടുപ്പിച്ച് ബ്ലോക്കായി തുടങ്ങിയിട്ടുണ്ട് ഈ ഭാഗം. എന്താ കാരണം എന്നറിയണില്ല. റോഡിൻ്റെ നടുവിൽ കൂടെ പോയില്ലെങ്കിലേ പണി വരണ വഴി അറിയില്ല കേട്ടോ. അവിടെ ഫുള്ള് സൈഡ് ഫുള്ള് ഇതാ. വരാനുള്ളത് എവിടെയായാലും വരും, എന്നാലും നമ്മൾ ശ്രദ്ധിക്കണമല്ലോ. കാരണം ഫുള്ള് ബ്ലോക്കാണല്ലോ. എന്താണ് സംഭവം എന്ന് മനസ്സിലാവുന്നില്ല കേട്ടോ. ഞാൻ ആ റോഡിൻ്റെ നടുവിലേക്ക് എടുത്തു വണ്ടി. ഇവിടെ കട്ട് ചെയ്തിട്ട് കയറി പോവാനും എൻ്റെ പൊന്നെ. പാതി ചെല്ലുന്നവിടെ വേണം പാതാളം അങ്ങനത്തെ ഒരു പഴഞ്ചൊല്ല് പറയില്ലേ, അതുപോലെ കേട്ടോ. അറ്റം വരെ ഉണ്ട്. ഇപ്പുറത്തേപാട് എടുക്കാം. വെയിറ്റ് സൈഡ് എൻ്റെ പൊന്നെ ഭയങ്കര ബ്ലോക്ക് ഉണ്ടോ. ഞാൻ പറഞ്ഞേ എപ്പോൾ തുടങ്ങിയത്. ഞാനേ പയ്യെ ഒരു പെട്രോൾ പമ്പ് നോക്കിയിട്ട് നിർത്തി. നമുക്ക് കാലത്തത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം കേട്ടോ. കാലത്തത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, അതിന് വേണ്ടിയിട്ട് നിർത്തിയതാണ്. അപ്പോൾ കാലത്തത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് ഞാനിപ്പോൾ കാട്ടിത്തരാം കേട്ടോ. സാധനങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ ഇരിക്കട്ടെ. എന്നിട്ട് നമുക്ക് ഈ സാധനം ലോക്ക് ചെയ്ത് വെച്ചിട്ട് കുറച്ച് വെള്ളം വേണം. കുറച്ച് വെള്ളം ഒഴിച്ചു. അതൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടില്ല, കാരണം പൊടികൾ ഒക്കെ ഇതിൽ ആയിട്ടുണ്ടാവും. ഞാൻ കഴുകി വെച്ചത് തന്നെയാണ്. എന്നിട്ട് നമുക്ക് പാക്കറ്റ് പാല്, പാസ്ചറൈസ്ഡ് ടോൺഡ് മിൽക്ക്. അപ്പോൾ ഈ ഒരു പാക്കറ്റ് പാല് പൊട്ടിക്കുന്നു. പാല് പൊട്ടിച്ച് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ നെക്സ്റ്റ് പരിപാടി കുക്കിംഗ് വേണമെന്ന് കുറേ പേര് പറയുന്നുണ്ട് കേട്ടോ. ഇനി അങ്ങോട്ട് കുക്കിംഗ് ആയിരിക്കും ഗൈസ്. നമുക്ക് ഈ സാധനം ഇത് ആക്ച്വലി
ഇതെടുത്ത് പുറത്ത് വയ്ക്കാം, അല്ലെങ്കിൽ ശരിയാവില്ല. ഇത് കുറച്ച് സ്ട്രോബെറി ഫ്ലേവറും അതുപോലെ തന്നെ മ്യൂസ്ലി എന്ന് പറയില്ലേ, അതിൻ്റെ ഇത് കാട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്രാൻഡിങ് ആയി പോവും. അതുകൊണ്ടാണ് ഇതാ ആൽമണ്ട്, സീഡ്, ഹോൾ ഗ്രെയിൻസ് അങ്ങനത്തെയൊക്കെ ഒരു സാധനം കേട്ടോ. അപ്പോൾ അത് കുറച്ചൊന്ന് ഇട്ടിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം കേട്ടോ. എന്ന് വെച്ചാൽ ഫുള്ള് നട്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു സംഭവമാണ് വരണത്. അപ്പോൾ 400 ഗ്രാമുള്ളൂ കേട്ടോ, അത് 400 ഗ്രാമുള്ളൂ. അപ്പോൾ ലൈക്ക് ഇത് നമ്മുടെ DMart എന്ന് പറഞ്ഞിട്ട് ഇവിടെ എല്ലായിടത്തും കാണാം. മഹാരാഷ്ട്ര അങ്ങനെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ DMart എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലമുണ്ട്. അവിടെ കണ്ടതാണ്. 350 രൂപ ഒരു പാക്കറ്റ് 400 ഗ്രാമിന്. പക്ഷേ ബൈ 1 ഗെറ്റ് 1 ഫ്രീ ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ 4 എണ്ണം വാങ്ങി. 600 രൂപയ്ക്ക് 4 എണ്ണം കിട്ടിയിട്ടാ. അപ്പോൾ അതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കേസ്. ഇനി ഇത് കോരി കുടിക്കുക. അങ്ങനെ കൊള്ളാട്ടാ. ഈ സാധനം വെറുതെയും കഴിക്കാം, എങ്ങനെ വേണേലും കഴിക്കാം. ഞാനിപ്പോൾ വാങ്ങിക്കണത് സ്ട്രോബെറി ഫ്ലേവറാണ്. അപ്പോൾ ആ സ്ട്രോബെറിയുടെ ഒരു ഇതുണ്ട്, ഓട്സിൻ്റെ ഒരു ഇതുണ്ട്, പിന്നെ സ്വീറ്റ്സ് ഉണ്ട്. നേരത്തെ പറഞ്ഞില്ലേ ഞാൻ ആദ്യമായിട്ട് പാലിട്ട് കഴിക്കണം കേട്ടോ. ബദാമുണ്ട്, ബദാമുണ്ട്, ഒരു ഫ്ലേവറുണ്ട്. കാലത്ത് വട്ടയപ്പറിച്ചും കഴിക്കണ ഇതൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതനുസരിച്ച് വിലയിരുത്താം കേട്ടോ. സോ ബ്രേക്ക്ഫാസ്റ്റ് 4 പാക്കറ്റാണുള്ളത്. 1, 2, 3, 6, ഒരു 10-12 വട്ടം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ള വകുപ്പുണ്ട് കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ടൈം. കാണാനൊരു ഇത് पैसा ഒരു മിനിറ്റ്, പൈസ ഓ സെയിമേ ആവോ. ഒരാളിവിടെ വന്നിട്ടുണ്ടേ, ഞാനിവിടെ പാല് കുടിക്കണത് കണ്ടിട്ട്. ഞാനിവിടെ ഞാൻ ഒറ്റയ്ക്കാണ്, പേടിക്കാനൊന്നുമില്ല. ഓക്കെ ബൈ. ഏതാ ഭാഷയും ഇതൊക്കെ അറിയാൻ കുഴപ്പമൊന്നുമില്ല. ഭാഷയും തീർച്ചയായിട്ടും. ഞാനിപ്പോൾ അവിടെ എവിടെ സ്ഥലം വരണേ, സൂറത്തിലല്ലേ. എനിക്ക് ലൊക്കേഷൻ അയച്ചു തരാണെങ്കിൽ പിന്നെ ഞാൻ ഡയറക്റ്റ്. അപ്പം എനിക്കൊന്ന് അപ്പം ആൾക്ക് ഞാൻ ബാലൻസ് വന്ന പാല് ഞാൻ കൊടുത്തു. ഇനിയിപ്പോൾ എൻ്റെ ഹെൽത്ത് യൂണിയൻ വേണമെന്നാ പറഞ്ഞാൽ നെയ്യ് നത്തിങ് हमारा पास कुछ नहीं है. ഇനിയിപ്പോൾ ഇതുകൂടി വേണമെന്നാ പറയണ. ദൈവേ, ഇതൊന്നും കൊടുക്കാൻ പറ്റില്ല. എൻ്റെ ആഹാരമാണ് ബ്രേക്ക്ഫാസ്റ്റ്. സോ ഇത് കൂടി നമുക്ക് വേഗം പോവാട്ടാ. ആളുടെ അടുത്ത് കമ്പനി അടിച്ചിരിക്കേണ്ടി വരുന്നുണ്ട് അവസാനം. എങ്ങനെയൊക്കെയോ ആളെ ഞാൻ പറഞ്ഞു വിട്ടു കേട്ടോ. അങ്ങനെയല്ല, കുറച്ച് കഴിഞ്ഞപ്പോൾ ആള് തന്നെ പോയി. ഞാൻ അത് വേസ്റ്റിൽ കൊണ്ടിട്ടിട്ട് നമുക്കിവിടെ നിന്ന് പയ്യെ നീങ്ങാം കേട്ടോ. ദൈവേ, കുറച്ചുകൂടി നല്ല സ്ഥലത്ത് ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതിരിക്കണം ഗൈസ്, അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നടക്കുമെന്ന് തോന്നണില്ല കേട്ടോ ഗൈസ്. അങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞു. നമ്മൾ ഗുജറാത്തിൽ കയറിയിട്ട് ഇപ്പോൾ വാപ്പി എന്ന് പറഞ്ഞ ഒരു അതെ വാപ്പി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തെത്തി. ഇവിടെ വാപ്പി മലയാളി സമാജം, മലയാളി അസോസിയേഷൻ എല്ലാവരും ഉണ്ട്. ഒരു ഹായ് കാട്ടി. എല്ലാവരും എല്ലാവരും ഫുള്ള് മലയാളികളാ. ഫുള്ള് മലയാളി എന്ന് വെച്ചാൽ കേരളത്തിലത്തെ എല്ലാവരും ഉണ്ട്, എല്ലാ ജില്ലക്കാരും ഉണ്ട്. അപ്പൊ കൊടുത്ത ഒരു സ്വീകരണമാണ് ജുവലിന് ഹാപ്പി മലയാളി അസോസിയേഷൻ. അതെ, ഇതാണ് പ്രസിഡന്റ്, കമ്മിറ്റി അംഗങ്ങൾ, സെക്രട്ടറി, പ്രസിഡന്റ് എല്ലാരും ഉണ്ട്. വൈസ് പ്രസിഡന്റ്, ജോയിന്റ് സെക്രട്ടറി. താങ്ക് യു സോ മച്ച്. എല്ലാവിധ ആശംസകളും. താങ്ക് യു. ആരോഗ്യം സൂക്ഷിക്കുക. താങ്ക് യു. എല്ലാ നല്ല കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്ത് അതെ. അതുപോലെ വീണ്ടും ഓരോരോ നന്മയ്ക്ക് വേണ്ടി ഓരോരോ യാത്രകൾ നൽകാൻ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു വാപ്പി മലയാളി സമൂഹം. അതെ, അടിപൊളി.
പ്രധാന കവിയാണ്. കവിതയാണ്. അവരുടെ സംസാര ശൈലിയിലും ഒരു കവിതയുണ്ട്. എങ്കിൽ നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ നന്മ നൽകിയ ഒരാളാണ് ശ്രീ ഡോക്ടർ APJ അബ്ദുൽ കലാം സാർ. അദ്ദേഹത്തിന്റെ പേരിൽ ഞാൻ എഴുതിയ ഒരു കവിതയാണ് ഇദ്ദേഹത്തിന്റെ മുമ്പിൽ പാടുന്നത്. ഭാരതത്തിലെ ദീപനാളമായി എൻ ജീവിതത്തിലെ മായാത്ത താരമായി പാരിടത്തിന്റെ നായകനായവൻ ജീവിതത്തിലും സാധാരണക്കാരനായി രാമേശ്വരത്തിന്റെ രാജാവുമല്ലയാൾ രാമായണത്തിന്റെ സൃഷ്ടാവുമല്ലയാൾ രാജ്യഭാരം വഹിക്കുന്ന ശ്രേഷ്ഠനായി രാജ്യസ്നേഹം പുലർത്തുന്ന മർത്യനായി ആ മുഖത്തിൽ സ്മരിക്കുന്ന മർത്യനെ ഭൂമുഖത്തിൽ സ്മരിക്കാത്തതാരവൻ ഭാരതത്തിലെ അന്ധകാരത്തിനെ ഈ യുഗത്തിലും മായ്ക്കാൻ കഴിഞ്ഞൊരാൾ സൂര്യകാന്തിയായി വന്നു ഭൂമിയിൽ സൂര്യനാളമായി നിന്നു വാനിലും. അത്ര മതി, ഒത്തിരി വന്നു. അടിപൊളി. ഇനി ആർക്കെങ്കിലും ഇതുപോലത്തെ വല്ല കഴിവുകളുണ്ടെങ്കിൽ മുന്നോട്ട് വരാം. ഞങ്ങളെല്ലാം കഴിവുള്ളവരാണ്. ശേഷം ഞങ്ങൾക്ക് ഇവിടെ വന്ന് വലിയ കഴിവായി. അതെ, നിങ്ങൾ എല്ലാരും ഏകദേശം ഒരു 10 കൊല്ലമൊക്കെ ആയി ഉണ്ടാവോ? അതെ, സോറി തിരിച്ചെടുത്തു. ഈ സാറ് എക്സൈസിന്റെ കമ്മീഷണറാണ് സാറേ. അതെ ബാലകൃഷ്ണ സാറ്. അതെ ബാലകൃഷ്ണ സാറിനെ അതെ സാറിന്റെ വീട്ടിലായിരുന്നു ഞാൻ ഈവനിങ് വന്നത്. സാറായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ എല്ലാരും അതിനായിട്ട് മേലെയുണ്ട് അല്ലേ? 30 വർഷത്തിന് മേലെയായവരാ. എന്റെ പൊല്ലേ. വാപ്പി മലയാളി അസോസിയേഷൻ 1985 അല്ലേ? 77. ഓക്കെ 77. ഓക്കെ. അപ്പൊ അന്നോട്ടുള്ളതാട്ടോ. സോറി, 10 കൊല്ലം എന്ന് പറഞ്ഞ് കളിയാക്കിന്ന്. അടിപൊളി. അതെ. അപ്പൊ എന്തായാലും താങ്ക് യു. അതെ ഓക്കെ. ഇതൊന്ന് വിളിക്കും. അസോസിയേഷന്റെ വക ചെറിയൊരു സ്വീകരണം. അതെ ബോർഡ് കണ്ടോ? അപ്പോൾ താങ്ക് യു. വെൽക്കം ടു ജോയ് വാപ്പി. വെൽക്കം ടു വാപ്പി. ഇതെല്ലാം താങ്കളുടെ ആത്മകഥയിൽ എഴുതേണ്ടതാണ്. എനർജി. വെരി ഗുഡ്. എല്ലാരും കൂടെ നരങ്ങും. ഇത് കഴിഞ്ഞ കേരള ടു അതിന് ഈ സൈക്കിളും പിടിച്ചോണ്ടിരിക്കുമ്പോ താൽക്കാലിക സ്റ്റാൻഡാക്കി നിർത്തിക്കല്ലേ? ക്യാമറമാനെ കിട്ടിയില്ല എന്ന് പറയണ്ട. അതിനുശേഷം നമ്മൾ ഗുജറാത്തിലുള്ള ദമൻ ദിയു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് പോയിട്ടാ. ഒരു സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലത്തെ മാഹി എല്ലാം പറഞ്ഞ പോലെ ഒരു യൂണിയൻ ടെറിട്ടറി ആണ് കേട്ടോ ഇവിടുത്തെ വരുന്നത്. യൂണിയൻ ടെറിട്ടറി ആണ്, ഒരറ്റാണ് ദമൻ ദിയു. ദിയു എന്നാണോ ഡിയു എന്നാണോ പ്രൊനൗൺസിയേഷൻ എനിക്കറിയില്ല. ദമൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ദിയു എന്ന് പറഞ്ഞ സ്ഥലം വേറെ ഏത് അറ്റത്താണ് കിടക്കുന്നത് കേട്ടോ. ഒരു ഫോർട്ട് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ ദമനിൽ. അതുപോലെ തന്നെ ഇവിടുത്തെ നമ്പർ പ്ലേറ്റ് വരുന്നത് DD എന്നാണ് കേട്ടോ. DD എന്ന് വെച്ച് കഴിഞ്ഞാൽ മാഹിയിലത്തെയും അതുപോലത്തെ മാഹി പോലെ തന്നെ ഒരു യൂണിയൻ ടെറിട്ടറി ആണ് കേട്ടോ ഗുജറാത്തിലുള്ളത്. അടിപൊളി സൺസെറ്റും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. കിടിലൻ ബീച്ചുകളും അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്ക് ഫുൾ വ്ളോഗായിട്ട് സെപ്പറേറ്റ് ഒരു വ്ളോഗായിട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഭയങ്കര ടയേർഡായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വോയിസ് ഓവറായിട്ട് ചെയ്യേണ്ടി വന്നത്. നല്ല ഡ്രൈവിനും പറ്റിയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. സൈഡിലത്തെ റോഡുകളും കാര്യങ്ങളും എല്ലാം റിനോവേറ്റ് ചെയ്തിട്ട് അടിപൊളി സ്ഥലമാണ് ദമൻ എന്ന് പറഞ്ഞുള്ള സ്ഥലം. കാരണം ഇങ്ങോട്ടേക്ക് മാത്രം വരാനുള്ള ഇതുകളും കാര്യങ്ങളൊന്നും പറ്റില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ എത്ര വയ്യാണ്ടായിട്ടും അവർ പറഞ്ഞു ഇത് കണ്ടിട്ട് പോയാൽ മതി, മസ്റ്റ് സ്ഥലമാണെന്നൊക്കെ പറഞ്ഞു കേട്ടോ. മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണെന്ന് പറഞ്ഞു. പക്ഷേ വന്നത് വെർത്തായിരുന്നു. ഇപ്പം നമ്മൾ കയറിയിട്ടുള്ളത് അവിടുത്തെ ഫോർട്ടിൻ്റെ ഉള്ളിലാണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാലക്കാട് ഫോർട്ടിൻ്റെ ഉള്ളിൽ പാലക്കാടുള്ള എല്ലാ ഗവൺമെൻറ് സ്ഥാപനങ്ങളും വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും അതുപോലെയാണ് ദമനിലെ
ഫോർട്ടിൻ്റെ ഉള്ളിലെ എല്ലാ ഗവൺമെൻറ് സ്ഥാപനങ്ങളും ഉള്ളത് കേട്ടോ. ആ ഫോർട്ടിൻ്റെ ഉള്ളിൽ തന്നെയാണ് പോർച്ചുഗീസുകാരുടെ ആർക്കിടെക്റ്റും കാര്യങ്ങളൊക്കെയാണ്, അവിടുത്തെ പള്ളികളും കാര്യങ്ങളും എല്ലാം. അടിപൊളി സ്ഥലം കേട്ടോ. ഞാൻ അത്ര ക്ഷീണത്തിലാണ് ഈ സംഭവം ശരി എന്ന് പറഞ്ഞാൽ അവരുടെ ഒപ്പം പോയെങ്കിലും പോയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് കേട്ടോ ഗുജറാത്തിലെ ദമൻ എന്ന് പറഞ്ഞത്. നമുക്ക് ഒരു ഡ്രൈവ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിലും ഈ റൂട്ടിൽ നല്ല രീതിയിൽ നല്ലൊരു ഡ്രൈവും നിങ്ങൾക്ക് പറ്റും കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ കൂടെ. കാരണം ആ ബീച്ചിൻ്റെ സൈഡിൽ കൂടെ നല്ല അടിപൊളി. ഈ അടുത്താണ് റിനോവേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പബ്ലിക്കിനൊക്കെ ഓപ്പൺ ചെയ്ത് കൊടുത്തതെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. എന്നിട്ട് മലയാളി സമാജത്തിലുള്ള ഒരാളുടെ വീട്ടിലാണ് രാത്രി താമസിച്ചത്. അപ്പോൾ എന്തായാലും അങ്ങനെ ഫൈനലി നമ്മുടെ ഇന്നത്തെ യാത്രയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നമുക്ക് ചെറിയൊരു റൂമും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ തന്നെ മലയാളി സമാജത്തിലുള്ള ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ തന്നെയാണ് ഇന്ന് താമസം. ബാഗും കാര്യങ്ങളൊക്കെ ഇട്ടിരിക്കുന്നുണ്ട്. സോ സ്റ്റേ ട്യൂൺഡ്. നാളെ 6 മണിക്ക് വീഡിയോ വരുന്നതാണ്. തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും 6 മണിക്ക്. സോ ഉറങ്ങട്ടെ ഗൈസ്, നല്ല ഉറക്കം വരുന്നുണ്ട്. സോ നാളെ 6 മണിക്ക് കാണാം. ടിൽ ദെൻ ബൈ.